ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം ശ്ലോകം 31. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. കേശവ, ഭഗവാനെ അർജുനൻ വിളിക്കുകയാണ്. ഹേ കേശവ, ഭഗവാനെ കേശവ. വിപരീതാനി, പ്രതികൂലങ്ങളായ, നിമിത്താനിജ, നിമിത്തങ്ങളും അല്ലെങ്കിൽ ശകുനങ്ങളും, പശ്യാമി, ഞാൻ കാണുന്നു, ആഹവേ, യുദ്ധത്തിൽ, സ്വജനം, ബന്ധുജനത്തെ, ഹത്വ, ഹനിച്ചിട്ട്, ശ്രേയഃ, ശ്രേയസ്സുണ്ടാകുമെന്ന്, അനുപശ്യാമിജ, ഞാൻ കാണുന്നില്ല. ഹേ കേശവ, പ്രതികൂലമായ ശകുനങ്ങളും ഞാൻ കാണുന്നു. യുദ്ധത്തിൽ സ്വന്തം ജനങ്ങളെ കൊന്നാൽ ശ്രേയസ്സുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഭാവി ശോഭനമാകുകയില്ലെന്ന് ശകുനങ്ങൾ സൂചിപ്പിക്കുന്നു. ധാർമ്മിക ബുദ്ധ്യാ ചിന്തിക്കുമ്പോൾ ബന്ധുജനപദം പാപം തന്നെയാകുന്നു. ശകുനപ്പിഴകളാണ് കാണുന്നത്. ലോക നന്മയ്ക്കായി കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനാണ് അങ്ങ്. ഇവിടെ ഞാൻ എന്തിനീ സ്വജനങ്ങളെ വധിക്കണം? അതുകൊണ്ട് ആർക്കെന്ത് നേട്ടമാണുണ്ടാകുന്നത്? ഭൗതിക വിഷയങ്ങളുടെ നേർക്കുണ്ടാകുന്ന അമിതമായ ആസക്തി ദുഃഖ കാരണമാകുന്നു. സ്വന്തം പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണെന്നും യുദ്ധത്തിൽ നേടാവുന്ന വിജയം തനിക്ക് ദുഃഖമേ ഉണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവ് അർജുനനെ വിഷാദക്കയത്തിലേക്ക് ആഴ്ത്തിവിടുന്നു. ഭൗതിക ബന്ധങ്ങളിൽ കുരുങ്ങിപ്പോയ ജീവാത്മാവ് ആത്യന്തിക ലക്ഷ്യമായ പരമാത്മ ചൈതന്യത്തെ വിസ്മരിച്ചു പോകുന്നതാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. ഹരേ കൃഷ്ണ.